So, hello guys, welcome back to Support Gamer. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. അതാണ് സപ്പോർട്ട് ഗെയിമർ എന്നൊക്കെ പേരിട്ട് നമ്മളൊരു ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേര് അധികാരം കളിച്ചിട്ടൊന്നുമില്ല. ഈ ഗെയിമിൻ്റെ പേര് കമ്പനി മോർട്ടൽ കമ്പനി എന്നാണ്. മറ്റേ ലീത്തൽ കമ്പനി ഇല്ലേ PC ഗെയിം, അതിൻ്റെ അങ്ങനെ അടിച്ച അസൽ വേർഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഈ ഗെയിം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, സ്ട്രൈറ്റ് നമുക്ക് പോയേക്കാം. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ ഒരു മൂൺ ബേസിൽ ഇതെന്താ പണി വെച്ച് പറഞ്ഞുതരാം. ഇത് സ്പേസ്, നമ്മൾ സ്പേസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോ വേൾഡ്, അങ്ങനെ മാപ്പ് മൂണൊക്കെ ഉണ്ട്. ഈ മൂണെന്നൊക്കെ പോയി ഈ സ്ഥലത്തേക്കൊക്കെ പോയി നമ്മൾ ഈ 3 ദിവസം ഉണ്ടാവും. ആ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രാപ്പ് മെറ്റൽ നമുക്ക് വേണ്ടത്, അതായത് ഈ 3 ദിവസത്തിനുള്ളിൽ ഇവരൊരു കോട്ട പറയും. ഇപ്പോൾ ഒരു $130 ഇത്ര 3 ദിവസത്തിൽ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിനൊക്കെ ഉള്ളിൽ പോയി ഇതിന് കളക്ട് ചെയ്യണം. അതാണ് സംഭവം. നമ്മൾ അതിൻ്റെ അകത്ത് പിന്നെ ഹൊററായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അധികം പറയാണ്ട് നേരെ കടക്കാം. ഇതിനകത്തൊരു സ്പേസൊക്കെ ഉണ്ട് കേട്ടോ, സ്പേസ്ഷിപ്പ്. ഗൈസ്, ഇത് തന്നെ വന്നത്, എനിക്ക് ആദ്യം തന്നെ വന്നത് കയറിയത് ബോട്ടിലൊക്കെ കിട്ടി. ഇത് നമുക്ക് ഈ സൈഡ് സ്കാനറും വെച്ച് ഇതാക്കാം. പിന്നെ ഒരു കാര്യം ഗൈസ്, ഈ ഗെയിമിൽ നമുക്ക് മൾട്ടിപ്ലെയർ ഉണ്ട്. മൾട്ടിപ്ലെയർ കളിക്കാം. ആർക്കെങ്കിലും എൻ്റെ ഒപ്പം മൾട്ടിപ്ലെയർ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കൂടെ കളിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പിന്നെ ഇതിലൊരു കാര്യം, 4 പേരിനെ തപ്പുന്നുണ്ട് ഇതിന്. ഓക്കെ, 4 പേരിനെ കിട്ടി വെച്ചാൽ നമ്മൾ പിന്നെ ഒരു പാർട്ട്ണർഷിപ്പിൽ നടക്കും. പിന്നെ ഗെയിം പ്ലേ കണ്ടോട്ടോ. ഞാൻ ഇത് അറിയാണ്ട് ഞാൻ വോയിസ് അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യാൻ വയ്യ. അപ്പോൾ വോയിസ് ഓവർ ചെയ്തു. എന്താ എൻ്റെ വോയിസ് പോയി. ഇതിന് ഇൻ ഗെയിം വോയിസ് ഉണ്ട്. പിന്നെ ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ തപ്പി ഇതും ഞാൻ അവിടെയൊക്കെ നല്ല പേടിച്ച് വിറച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഫ്ലാഷ് ലൈറ്റിലാണെങ്കിൽ ഇതുണ്ട്, ചാർജ് കഴിഞ്ഞാൽ ഒന്നും കഴിഞ്ഞു. ഇതുകൂടെയാണെങ്കിൽ മൊത്തം ഇരുട്ടാണ്. പിന്നെ ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഞാൻ പേടിച്ചൊക്കെ കയറിപ്പോയേ. പിന്നെ ഒരു കാര്യം, ഇതിൽ മൈക്ക് ഓണാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനിമിക്ക് കേൾക്കാം. എനിമി അടുത്ത് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മൾട്ടിപ്ലെയർ കളിക്കാൻ നല്ല സൂപ്പറാണ്. ഞാനിപ്പോൾ കൂടെ കളിക്കാൻ ആരുമില്ലാത്ത കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ DM ചെയ്യട്ടോ ഗൈസ്. ഈ ഗെയിം സെറ്റ് ഗെയിമാണ്. മലയാളീസ് പോകുന്ന പിന്നെ ഒന്നും പറയാനില്ല, സീൻ ഗെയിമാണ്. മൾട്ടിപ്ലെയർ കളിക്കും. നമ്മൾ ഇതേമാതിരി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി പാർട്ട്ണർ തപ്പണം എന്നാൽ സെറ്റ്. ഓക്കെ, ഇതാണ് ഞാൻ പിന്നെ അത് മൈനായിരുന്നു കേട്ടോ ആ സാധനം. പിന്നെ ഇതെന്താ സാധനം എന്നൊരു പിടുത്തം കിട്ടിയില്ല. അതാ ഈ ഡോറിൻ്റെ അവിടെ ഉള്ളത് തന്നെ എന്തോ ജീവി എന്തോ ആണെന്നാണ് തോന്നുന്നത്. എന്താണെന്നൊരു പിടുത്തമില്ല. ജെല്ലി മാതിരി ഒരു കുളുക്കുന്ന ഒരു, ഞാൻ പിന്നെ ആ സൈഡ് പോയില്ല. ഇനി ചാവാൻ വയ്യ പറഞ്ഞു. ഞാൻ പിന്നെ ഇതിൻ്റെ വെളിയിൽ ഒരു ബോട്ടിൽ കൊണ്ടുപോയിട്ട്, ബോട്ടിൽ വലിയൊരു സെറ്റ് അവിടെ ഇത് കെട്ടിലേ മറ്റേ ചായ ഒഴിക്കുന്ന സംഭവമില്ലേ, ആ സംഭവം കാരണം കിട്ടി. അത് റേറ്റ് നോക്കി $37. പിന്നെ ഇവിടെ നിന്നൊരു സാധനം കിട്ടി, ഒരു ക്യാപ്സിക്കം മാതിരി, എന്തോ ഒരു എനർജി സോഴ്സ് മാതിരി. ഇത് എടുത്തോ ഗൈസ്, എൻ്റെ മോനെ. ഇത് ലൈറ്റ് പോയി, എന്തോ ബാക്കിൽ ഓടി വരണം, പേടിച്ച് ഇതും കൊണ്ട് വഴി അറിയാണ്ട് ഒന്നും അറിയാണ്ട് ഓട്ടം. എന്താ ഭയങ്കര സൗണ്ട് എഫക്റ്റൊക്കെ, സീൻ സൗണ്ട് എഫക്റ്റ്. ഇതെന്താ ഫയർ എക്സൈറ്റ് ഫീഡ് മീന്നൊക്കെ കാണിച്ച് ഞാനത് തൊട്ടില്ല. എന്തോ ഡേഞ്ചറാണെന്ന് പറഞ്ഞ് അത് നോക്കാണ്ട് പോയി. ഞാൻ വന്ന വഴിയിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ പ്ലാനിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം തപ്പി സ്ഥലമൊക്കെ മറന്നുപോയി. പെട്ടെന്ന് എന്തോ പിടിക്കാൻ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് സ്ഥലമൊക്കെ മറന്നു. അതെന്താ സാധനം എന്നറിയില്ല. ഞാൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി. അതെന്തോ റോബോട്ടോ എന്തോ സംഭവമാണ്, എന്താണെന്നൊരു പിടുത്തമില്ല. ഞാൻ പിന്നെ ഈ ജെല്ലിൻ്റെ വഴി ഓർത്തപ്പോൾ ഇതിൽ കൂടെ പോകണം, ലാൻഡ് മൈന് അതൊക്കെ. പിന്നെ വെളിയിൽ പോയിട്ട് ഇതിനൊക്കെ കൊണ്ട് അപ്പം തന്നെ ടൈമായി, 16 മണി ടൈം.
നല്ല ടൈമായി. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഞാൻ ഇതെടുത്ത് ഈ സാധനം എടുത്ത് ഞാൻ താഴേക്ക് ലാഡറിന് ഒരു സംഭവം ഉണ്ടാകും. നോക്കിക്കോളെ ഗൈസ്, ഇപ്പോൾ നോക്കിയ ഗൈസ്, ഇപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാവുക. ഇത് താഴെയിട്ടില്ലേ, ഇറങ്ങിയില്ല. പിന്നെയും മേളിൽ കയറി കുഴപ്പം തന്നെ മേളിൽ കയറി മറ്റേ ബോട്ടിലെടുക്കാൻ വേണ്ടി പോയി. നോക്കിക്കോളെ, നോക്കാം ഒരു സംഭവം ഉണ്ടാവും. ബോട്ടിലെടുത്ത് അതിനെയും താഴെ ഇട്ടു, താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നതായിരിക്കുക. എന്താ സംഭവം ഒരു പിടുത്തം കിട്ടിയില്ല. എന്തോ പാമ്പോ എന്തോ സാധനം വന്ന് പിടിച്ചു. എന്താ ഉണ്ടായെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ എന്താ അപ്പുറം സംസാരിക്കുന്നുണ്ടോ മൈക്കുമേൽ സംഭവത്തിൽ കാണുന്ന കൊല്ലുന്നാ തോന്നുന്നു. ഞാൻ പിന്നെ അടുത്ത് പോയില്ല. എന്തിന് പിന്നെ ഇതൊരു സീരിയസ് സംഭവമാണ്. ഇതിൽ പി എന്താണ് ദമത്തി വെച്ചൊരു സൗണ്ടൊക്കെ ഇതാക്കും, അങ്ങനത്തെ ഒരു സംഭവം. അത് ആക്കിയിട്ടാണെങ്കിൽ അതിൻ്റെ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ്. പിന്നെ ഇതുവരേക്കും നമ്മൾ ഈ ഹൊറർ മറ്റേ ഒന്നിനെയും കണ്ടില്ല. പിന്നെ ഈ മെഷീൻ, ആ ജെല്ലി, അതും രണ്ടെണ്ണം മാത്രമേ കണ്ടുള്ളൂ. വേറൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ ഇതാണ് ഈ ഇരുട്ട്. അടുത്ത് പോയാലും എന്തെങ്കിലും കാണും. അടുത്ത് പോകണം, തൊട്ടടുത്ത് പോകണം. ലാൻഡ് മൈൻ ഉണ്ടെങ്കിൽ പോലും കാണില്ല. അമ്മാരി ഇത്. പിന്നെ താഴെ പോയി ഇവിടെ ഞാൻ കുറേ തപ്പി നടന്നു പറഞ്ഞാൽ കുറേ ഇഷ്ടംമാതിരി തപ്പി. ഇവിടെയൊക്കെ ഞാൻ തപ്പി ലാസ്റ്റ് മതിയാവുന്നതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ കുറേ തപ്പി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു പിപിയും കൂടി ഇതേമാതിരി 31 രൂപ. അപ്പോൾ 31 പിന്നെ നമ്മൾ പിന്നെ അടുത്ത ദിവസം വന്നു. 9 മണിയായി. നമ്മൾ കയറുമ്പോൾ പിന്നെ ഇതെല്ലാം ഷഫിലായി. അപ്പോൾ എനിക്കൊരു സെറ്റ് ഒരേ ഒരു ഐറ്റം കിട്ടിയാണ്. അത് നമ്മൾ കൃത്യം കയറിയപ്പോൾ തന്നെ കിട്ടി. അങ്ങോട്ട് പോയാലെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ എന്ത് ചെയ്യാം, വേഗം കുഴപ്പമൊന്നും കാണിക്കാണ്ട് പോവാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ഗെയിം കളിച്ചിട്ട് ആ 2 സാധനം അല്ലാണ്ട് ഇതിലാണ് 3 സാധനങ്ങളല്ലാണ്ട് വേറെ ഒന്നും കണ്ടില്ല. ഒരു ഹൊറർ ഒരു സാധനം കണ്ടില്ല. ഇനി എന്തേന്ന് പറയുക, ഞാൻ അധികം മൈക്ക് ഓൺ ചെയ്ത് വെച്ചാൽ അധികം ഇല്ല. ഞാൻ ആദ്യം രാവിലെ തന്നെ ഇറങ്ങിയ സെറ്റ് മൊത്തം കോട്ടയായി. പിന്നെ അത് വേഗം കൊണ്ട് ഒപ്പിക്കാൻ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അധികമൊന്നുമില്ല, പോവുക, അതിൻ്റെ പോയിക്കുക. പിന്നെ ഇവിടെ കുഞ്ഞ് ഡേഞ്ചർ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ പോയി ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്നൊരു വൃത്തുണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ പോയിട്ട് ശരി നോക്കാമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റല്ല, സോറി, സ്പേസ്ഷിപ്പ് മൊത്തം ഞാൻ പെട്ടെന്ന് സ്പേസ്ഷിപ്പ് എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞു. ഔട്ടർ ടാക്സ് പേയ്മെൻറ്റ് ചെക്കൗട്ട് ഓഫ് ഇത്ര ഉള്ളു ഗൈസ്. 38 ഏറ്റവും കൂടുതൽ കിട്ടിയ ഗിയറിൻ്റെ ഇന്നത്തെ ഇത്ര ഉള്ളു ഗൈസ്. ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇതാണ് ഗെയിം. പക്ഷെ അത് മൾട്ടിപ്ലെയർ കളിക്കാൻ ഈ വൈബാണ് ഗൈസ്. ഇച്ചിരി ഹാർഡ് ലെവലൊക്കെ ഉണ്ട്. അതൊക്കെ കയറി സെറ്റപ്പാണ്. ലൈക്ക് സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത്ര ഉള്ളൂ, ചെറിയൊരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ബൈ. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് ലൈക്ക് സബ് കമൻറ്റ് ചെയ്യും. ഇതിന് പാർട്ട് 2 ആണ് പറയുന്നത്, സിംഗിൾ പ്ലെയർ. അതൊന്നും നോക്കണ്ട നിങ്ങൾ, എന്താ സംഭവം ഞാൻ ആനിമേഷനിൽ പോയപ്പോൾ കണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.